മിസ്റ്റർ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ഏത് വകുപ്പിന്റെ മന്ത്രിയാണെന്നുള്ള കാര്യം പോലും അദ്ദേഹത്തിന് അറിയില്ല. കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തെ ചീത്ത പറയുക, കേരളത്തെ ആകെ അപമാനിക്കുക, കേരളത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളെയൊക്കെ നിഷേധിക്കുന്നതിന് ന്യായം പറഞ്ഞു നടക്കുക എന്നതൊഴിച്ചു കഴിഞ്ഞാൽ, അത്തരം വഷളൻ പ്രവർത്തനം ഒഴിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി താനൊരു കേന്ദ്രമന്ത്രിയാണെന്നും തൻ്റെ ഭരണഘടനാപരമായ ബാധ്യത, തൻ്റെ വകുപ്പ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവുകയാണ് എന്ന ബോധ്യമേ ഇല്ല. അദ്ദേഹത്തിന് മോഡി കൊടുത്ത ഒരു സമ്മാനം എന്നതിലപ്പുറത്ത്, ഒരു സൗജന്യം എന്നതിലപ്പുറത്ത്, മന്ത്രി എന്ന നിലക്ക് ഭരണഘടനാപരമായ ബാധ്യതകൾ മറന്ന ഒരാളാണ് മിസ്റ്റർ സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയുടെ വകുപ്പ്, അതിൻ്റെ ക്യാബിനറ്റ് മന്ത്രി മിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയാണ്. ഹർദീപ് സിംഗ് പുരിയും സുരേഷ് ഗോപിയും ഒക്കെ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഇന്ധനക്ഷാമത്തിലേക്ക്, പാചകവാതക ക്ഷാമത്തിലേക്ക്, പെട്രോളിയം വില വർദ്ധിക്കുന്നതിലേക്ക്, എല്ലാ ഊർജ സാധ്യതകളും നമുക്ക് നിഷേധിക്കപ്പെടുന്നതിലേക്ക് എത്തിയത് എന്ന കാര്യത്തിന് ഉത്തരം പറയണ്ടേ? ഇന്ത്യക്ക് എത്ര പ്രകൃതിവാതക എണ്ണ ശേഖരത്തിന്റെ സ്റ്റോക്ക് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? പാചകവാതകത്തിന്റെ സ്റ്റോക്ക് 75 ദിവസത്തേക്കുണ്ടെന്നാണ്. ഇന്റർനാഷണൽ വ്യവസ്ഥയനുസരിച്ച് സാധാരണഗതിയിൽ 90 ദിവസത്തേക്കുണ്ടാകും. പക്ഷേ യുദ്ധം തുടങ്ങി 2 ദിവസം കഴിയുമ്പോഴേക്കും പുറത്തു വന്ന വിവരം എന്താണ്? ഇന്ത്യയുടെ പാചകവാതക ശേഖരം 25% താഴെയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോയി. ആ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? ഇന്ത്യയുടെ അമേരിക്കൻ വിധേയത്വമാണ്. ഹോർമസ് കടലിടുക്കിൽ ഉപരോധമുണ്ടായാലും അതിലൂടെ പ്രകൃതിവാതകവും എണ്ണയും കടന്നു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാലും ഇന്ത്യ നേരത്തെ തീരുമാനിച്ച പ്രകാരം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും വാങ്ങിയിരുന്നു. അങ്ങനെ വാങ്ങിയിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഈ ഗതികേട് വരില്ല. നിങ്ങൾക്ക് ഈ നാട്ടിലെ കാര്യങ്ങളൊന്നും പറയാനില്ലേ? നിങ്ങൾ എന്തിനാണ് അങ്ങ് ഇറാന്റെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് എന്നാണ്. പക്ഷേ യുദ്ധം തുടങ്ങി 2-3 ദിവസമാകുമ്പോഴേക്കും നമ്മുടെ അടുക്കളകളിലേക്ക് യുദ്ധം ആഘാതമുണ്ടാക്കി. കേരളം ഉൾപ്പെടെയുള്ള ലോകത്തെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിന് പോലും വില കൂടുക മാത്രമല്ല, അത് ലഭ്യമല്ലാത്ത വലിയ രീതിയിലുള്ള പാചകവാതക ക്ഷാമം ലോകമെമ്പാടും അനുഭവിക്കുകയാണ്. എണ്ണക്ക് വില കൂടുകയാണ്. യുദ്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ $60 ഒരു ബാരൽ ക്രൂഡ് ഓയിലിനുണ്ടായിരുന്നത്. യുദ്ധം തുടങ്ങി ദിവസങ്ങൾ കഴിയുമ്പോഴേക്കുമാണ് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $101 ഉയർന്നത്. പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കുകയും ലോകത്തെയാകെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ആകെ ബാധിക്കുകയും ചെയ്തിരിക്കുന്ന ഇസ്രയേലിൻ്റെയും US-ൻ്റെയും ഇറാനെതിരായ യുദ്ധം ഇന്ന് 17 ദിവസം ആവുകയാണ്. ഫെബ്രുവരി 28 അമേരിക്ക ഇറാനിലെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ആ ആക്രമണം തന്നെ സൂചിപ്പിക്കുന്നത് ഇറാൻ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് മാത്രമല്ല, അറബ് മുസ്ലിം മതവംശജരെ ആകെ വംശീയമായി തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു ആസൂത്രണത്തോടെയാണ്, ലക്ഷ്യത്തോടെയാണ് ഈ യുദ്ധം ആരംഭിച്ചത് എന്നാണ്. ഇറാൻ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഈ കടന്നാക്രമണങ്ങളെ അതിശക്തമായിട്ട് തന്നെയാണ് പ്രത്യാക്രമണങ്ങളിലൂടെ ഇന്ന് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിരോധം അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമായ, യുദ്ധങ്ങളിൽ പാലിക്കേണ്ട മര്യാദകൾ പോലും പാലിക്കാതെ കൃത്യമായ വംശീയ ഉന്മൂലന ലക്ഷ്യത്തോടെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ മാറ്റുക എന്നത് മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെയും ഭരണത്തലവന്മാരെ വരെയും ശാരീരികമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വംശീയമായ ഒരു യുദ്ധമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരായിട്ട് നടത്തുന്നത്. ആ യുദ്ധം ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്താണ് ലോകത്ത് നടക്കുന്നത്? ഇപ്പോൾ
പലരും പറഞ്ഞിരുന്നത് ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ ബോധ്യമുള്ള, മാനവരാശിയോട് പ്രതിബദ്ധതയുള്ള ജനാധിപത്യവാദികളായ ആളുകൾ യുദ്ധത്തെക്കുറിച്ച്, പശ്ചിമേഷ്യയെക്കുറിച്ച്, യുദ്ധമുണ്ടാക്കാൻ പോകുന്ന ആപൽക്കരമായ ആഘാതങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയ ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിലെ കാര്യങ്ങളൊന്നും പറയാനില്ലേ? നിങ്ങൾ എന്തിനാണ് അങ്ങ് ഇറാൻ്റെയും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് എന്നാണ്. പക്ഷേ യുദ്ധം തുടങ്ങി 2-3 ദിവസമാകുമ്പോഴേക്കും നമ്മുടെ അടുക്കളകളിലേക്ക് യുദ്ധം ആഘാതമുണ്ടാക്കി. കേരളം ഉൾപ്പെടെയുള്ള ലോകത്തെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിന് പോലും വില കൂടുക മാത്രമല്ല, അത് ലഭ്യമല്ലാത്ത വലിയ രീതിയിലുള്ള പാചകവാതകക്ഷാമം ലോകമെമ്പാടും അനുഭവിക്കുകയാണ്. എണ്ണയ്ക്ക് വില കൂടുകയാണ്. യുദ്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ $60 ഒരു ബാരൽ ക്രൂഡ് ഓയിലിനുണ്ടായിരുന്നത്. യുദ്ധം തുടങ്ങി ദിവസങ്ങൾ കഴിയുമ്പോഴേക്കുമാണ് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $101 ഉയർന്നത്. എന്ന് പറഞ്ഞാൽ രൂപയുടെ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ മുകളിൽ മാത്രം 3000-ലേറെ രൂപയുടെ വർധനവാണ് ഉണ്ടായത്. യുദ്ധം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, അടുക്കളകളെ, തീന്മേശകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ചലനാത്മകതയെ എങ്ങനെയാണത് ബാധിക്കുന്നത് എന്നതാണിത് കാണിക്കുന്നത്. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് മാവോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം എന്നത് ചോരയൊഴുക്കുന്ന രാഷ്ട്രീയമാണ്. യുദ്ധം ഒരു രാഷ്ട്രീയമാണ്. തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും അവരുടെ വിഭവങ്ങളെയും സമ്പത്തിനെയും ഒക്കെ കൈവശപ്പെടുത്താൻ വേണ്ടി സാമ്രാജ്യത്വങ്ങൾ നടത്തുന്ന ആക്രമണമാണ് യുദ്ധമെന്ന് പറയുന്നത്, അധിനിവേശമാണ് യുദ്ധമെന്ന് പറയുന്നത്. ഈ അധിനിവേശത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ ഇന്ന് നമ്മുടെ അടുക്കളകളിൽ, നമ്മുടെ തീന്മേശകളിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും അറിയുകയാണ്. കേരളത്തിൽ വലിയ രീതിയിലുള്ള ഇന്ധനക്ഷാമം, ഇന്ത്യയിലാകെ ഇന്ധനക്ഷാമം. എന്താണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ പറയുന്നത്? നമ്മുടെ നിർഭാഗ്യത്തിന് ഇന്ത്യയുടെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പിൻ്റെ ഉപമന്ത്രിയായിരിക്കുന്നത് ഒരു മലയാളിയാണ്, മിസ്റ്റർ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ഏത് വകുപ്പിൻ്റെ മന്ത്രിയാണെന്നുള്ള കാര്യം പോലും അദ്ദേഹത്തിന് അറിയില്ല. കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തെ ചീത്ത പറയുക, കേരളത്തെ ആകെ അപമാനിക്കുക, കേരളത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളെയൊക്കെ നിഷേധിക്കുന്നതിന് ന്യായം പറഞ്ഞു നടക്കുക എന്നതൊഴിച്ചു കഴിഞ്ഞാൽ, അത്തരം വഷളൻ പ്രവർത്തനം ഒഴിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി താനൊരു കേന്ദ്രമന്ത്രിയാണെന്നും തൻ്റെ ഭരണഘടനാപരമായ ബാധ്യത, തൻ്റെ വകുപ്പ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവുകയാണ് എന്ന ബോധ്യമേ ഇല്ല. അദ്ദേഹത്തിന് മോഡി കൊടുത്ത ഒരു സമ്മാനം എന്നതിലപ്പുറത്ത്, ഒരു സൗജന്യം എന്നതിലപ്പുറത്ത് മന്ത്രി എന്ന നിലക്ക് ഭരണഘടനാപരമായ ബാധ്യതകൾ മറന്ന ഒരാളാണ് മിസ്റ്റർ സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയുടെ വകുപ്പ്, അതിൻ്റെ ക്യാബിനറ്റ് മന്ത്രി മിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയാണ്. ഹർദീപ് സിംഗ് പുരിയും സുരേഷ് ഗോപിയുമൊക്കെ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഇന്ധനക്ഷാമത്തിലേക്ക്, പാചകവാതകക്ഷാമത്തിലേക്ക്, പെട്രോളിയം വില വർദ്ധിക്കുന്നതിലേക്ക്, എല്ലാ ഊർജ സാധ്യതകളും നമുക്ക് നിഷേധിക്കപ്പെടുന്നതിലേക്ക് എത്തിയത് എന്ന കാര്യത്തിന് ഉത്തരം പറയണ്ടേ? എന്താ ഉത്തരം പറയുന്നത്? യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു യുദ്ധമുണ്ടാകാനുള്ള ആസന്ന സാധ്യതകളെ കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയോട് പാർലമെൻറ്റിൽ ചോദ്യമുയർന്നത്. ഇന്ത്യയിൽ പാചകവാതകത്തിൻ്റെ സ്റ്റോക്ക് എത്രയുണ്ട്, ശേഖരം എത്രയുണ്ട്? സാധാരണഗതിയിൽ അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ, ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ വ്യവസ്ഥയനുസരിച്ച് ഓരോ രാജ്യത്തും ആ രാജ്യത്ത് ഏറ്റവും ചുരുങ്ങിയത് 90 ദിവസത്തേക്കുമെങ്കിലുമുള്ള പാചകവാതകം ഉൾപ്പെടെയുള്ള ഇന്ധനം റിസർവ് ഉണ്ടായിരിക്കണം, കരുതൽ ശേഖരം ഉണ്ടായിരിക്കണം. ഹർദീപ് സിംഗ് പുരിയോട്, ഇന്ത്യയുടെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രിയോട് ഇന്ത്യക്ക് എത്ര പ്രകൃതിവാതക എണ്ണ ശേഖരത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? പാചകവാതകത്തിൻ്റെ സ്റ്റോക്ക് 75 ദിവസത്തേക്കുണ്ട് എന്നാണ്. ഇൻ്റർനാഷണൽ വ്യവസ്ഥയനുസരിച്ച് സാധാരണഗതിയിൽ 90 ദിവസത്തേക്കുണ്ടാവണം. പക്ഷേ യുദ്ധം തുടങ്ങി 2 ദിവസം കഴിയുമ്പോഴേക്കും പുറത്തു വന്ന വിവരം എന്താണ്?
ഇന്ത്യയുടെ പാചകവാതക ശേഖരം 25% താഴെയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോയി. ആ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? ഇന്ത്യയുടെ അമേരിക്കൻ വിധേയത്വമാണ്. ഹോർമസ് കടലിടുക്കിൽ ഉപരോധമുണ്ടായാലും അതിലൂടെ പ്രകൃതിവാതകവും എണ്ണയും കടന്നു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാലും ഇന്ത്യ നേരത്തെ തീരുമാനിച്ച പ്രകാരം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും വാങ്ങിയിരുന്നു. അങ്ങനെ വാങ്ങിയിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഈ ഗതികേട് വരില്ല. മിസ്റ്റർ ട്രംപ് നരേന്ദ്രമോദിയോട് വലിയ രീതിയിലുള്ള ഭീഷണി, ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കൻ ഭരണകൂടം ട്രംപ് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ക്രൂഡ് ഓയിലും പാചകവാതകവും വാങ്ങുന്നത് നിർത്തി. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് ഇല്ലാതെ പോയത്. യുദ്ധം ആരംഭിച്ചതോടുകൂടി ഹോർമസ് കടലിലൂടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന പാചകവാതകത്തിൻ്റെയും എണ്ണയുടെയും കപ്പലുകൾ തടസ്സപ്പെട്ടു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇവിടെ പാചകവാതക ക്ഷാമം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വീട്ടിലും ആളുകൾ അങ്ങേയറ്റം ഉത്കണ്ഠയോടുകൂടിയാണ് കഴിയുന്നത്. 1990കളുടെ ആദ്യം ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് ഗൾഫിലുള്ള യുദ്ധം നമ്മുടെ എണ്ണയെയും നമ്മുടെ പാചകവാതകത്തെയൊക്കെ ബാധിക്കും എന്ന് നമുക്കറിയാമായിരുന്നു. എണ്ണ ഉണ്ടാക്കുന്ന പെട്രോളും ഡീസലുമൊക്കെ ലഭ്യമല്ലാതായാൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അന്ന് നമ്മൾ ചർച്ച ചെയ്ത്. കാരണം എന്താണ്? 90കളുടെ ആദ്യം നമ്മൾ ഇന്നത്തെ രീതിയിൽ പ്രകൃതിവാതകം പാചകവാതകം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ എല്ലാ വീടുകളും എല്ലാ ഭക്ഷണശാലകളും പാചകത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ്? ഗ്യാസാണ്. കേരളത്തിൽ 1,00,000-ഓളം ഹോട്ടലുകളുണ്ട്. ഈ 1,00,000-ഓളം വരുന്ന ഹോട്ടലുകളിലും അതിൻ്റെ ശുചിത്വത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിർബന്ധിതമായിട്ട് എന്താണ്? പാചകവാതകം ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഈ ഹോട്ടലുകളിലെല്ലാം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പലതും പാചകവാതക ക്ഷാമത്തിൻ്റെ ഫലമായിട്ട് അടച്ചിടുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ഭക്ഷണ പ്രതിസന്ധിയിലേക്ക്, ഈ ഇന്ധന പ്രതിസന്ധി കേരളം പോലുള്ള സമൂഹങ്ങളെ ഭക്ഷണ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുന്നത്. ഈ കാര്യം മുൻകൂട്ടി കണ്ട് ആവശ്യമായ തയ്യാറെടുപ്പുകൾ, ആവശ്യമായ സ്റ്റോക്ക് ഇൻ്റർനാഷണൽ എനർജി ഏജൻസി നിർദ്ദേശിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ഇവിടെ 90 ദിവസത്തേക്കും ആവശ്യമായ സ്റ്റോക്ക് ഉണ്ടാക്കാൻ, റിസർവ് ഉണ്ടാക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചില്ല. അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്, അപരാധമാണ്. ആ അപരാധത്തെയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഇപ്പം പശ്ചിമേഷ്യൻ മേഖലയിൽ ഉണ്ടാവുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ആരാണെന്നാണ് പറയുന്നത്? ഇറാനാണെന്നാണ് പറയുന്നത്. ഇത് അമേരിക്കയുടെ വളരെ സമർത്ഥമായ ഒരു സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രമാണ്. എന്താണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ലോക അതിനായകത്വത്തിലിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തിയാണ് അമേരിക്ക. ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾക്കെതിരായിട്ട് 100 കണക്കിന് യുദ്ധങ്ങൾ അമേരിക്കയുടെ 1940-കൾക്ക് ശേഷം ഉള്ള ചരിത്രം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. 100 കണക്കിന് യുദ്ധങ്ങൾ. തങ്ങൾക്ക് അനഭിമതരായ ഭരണകൂടങ്ങളെ അസ്ഥിരീകരിക്കുന്ന CIA അട്ടിമറികൾ, തങ്ങൾക്ക് വഴങ്ങിത്തരാത്ത ഭരണാധികാരികളെ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയാക്കി പിടിച്ചു കെട്ടി ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ, പനാമയിലെ നൊറീഗ, അതേപോലെ തന്നെ ഏറ്റവും ഒടുവിൽ വെനിസ്വലയിലെ മഡൂറ, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. ആ അമേരിക്കൻ സാമ്രാജ്യത്വം അതിൻ്റെ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ ഒരിക്കൽ പോലും നേരിട്ടൊരു യുദ്ധത്തിൽ പങ്കാളിയാവാത്ത രാജ്യമാണ്. യുദ്ധമുഖത്തേക്ക് പോകാത്തൊരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കക്ക് ഒരു രാജ്യമെന്ന നിലക്കുള്ള ആകെയുള്ള ഒരു യുദ്ധാനുഭവം എന്ന് പറയുന്നത് എന്താണ്? പേൾ ഹാർബറിൽ 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ ബോംബിട്ടു എന്നുള്ളതാണ്. അതൊഴിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നേരിട്ടുള്ളൊരു യുദ്ധത്തിൽ അത് പങ്കാളിയാവേണ്ടി വന്നിട്ടില്ല. ആ രീതിയിലുള്ള അനുഭവമുള്ള രാജ്യമല്ല. എന്നാൽ അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്വം ലോകത്ത് ഇനി ഏത് രാജ്യത്തെയാണ് ആക്രമിക്കാതിരിക്കാനുള്ളത്? ഒട്ടുമിക്ക രാജ്യങ്ങളെയും, 192 രാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളെയും
നയതന്ത്രപരമായി തങ്ങൾക്ക് വഴങ്ങിത്തരാത്ത, തങ്ങളുടെ വാണിജ്യ മൂലധന താല്പര്യങ്ങൾക്ക് വഴങ്ങിത്തരാത്ത എല്ലാ രാജ്യങ്ങളെയും അത് കടന്നാക്രമിച്ചിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയ്ക്കെതിരായിട്ട് യുദ്ധത്തിൻ്റെ ഒരു പരമ്പരയുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായിട്ട് യുദ്ധത്തിൻ്റെ ഒരു പരമ്പരയുണ്ട്. ഇപ്പോൾ ഇറാനെതിരായി നടത്തിയിരിക്കുന്ന ആക്രമണം, ആ ആക്രമണത്തോടുള്ള അതിശക്തമായ പ്രതിരോധമാണ് ഇറാൻ്റെ അവിടുത്തെ വിപ്ലവ ഗവൺമെൻറ്, ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്, അവിടുത്തെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ. അപ്പോൾ പ്രത്യാക്രമണങ്ങൾ എവിടെയാണ് നടത്തുന്നത്? അമേരിക്ക ഗൾഫ് രാജ്യങ്ങളെ ആകെ വളഞ്ഞു വെച്ച് തങ്ങളുടെ അധിനിവേശത്തിൽ, തങ്ങളുടെ ആധിപത്യത്തിൽ കീഴിൽ കൊണ്ടുവരാൻ ഉപയോഗിച്ചിരിക്കുന്ന മിലിറ്ററി സ്ട്രാറ്റജി എന്താണ്? ഗൾഫ് രാജ്യങ്ങളിലാണ് അവർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളം, നേവൽ ബേസ് ആയാലും വ്യോമത്താവളമായാലും എല്ലാം ഗൾഫ് രാജ്യങ്ങളിലാണ്. ബഹ്റൈനുണ്ട്, ഖത്തറുണ്ട്, UAE ഉണ്ട്. അപ്പോൾ ഈ UAEയിലെയും ബഹ്റൈനിലെയും ഖത്തറിലെയും ഈ സൈനിക താവളങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങൾക്ക് അനഭിമതരായി മാറുന്ന, തങ്ങൾക്ക് എതിരാളികളായി മാറുന്ന എല്ലാ രാജ്യങ്ങളെയും, എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളെയും തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള യുദ്ധം അമേരിക്ക നടത്തുന്നത്, സൈനികാക്രമണം അമേരിക്ക നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ഇറാൻ ഈ സൈനിക താവളങ്ങളുള്ള പ്രദേശങ്ങൾ ആക്രമിക്കും, അവിടത്തേക്ക് മിസൈലുകൾ, ഡ്രോണുകൾ അയക്കും. ആ അയക്കുമ്പോൾ എന്താണ്? ഇവർ UAEയിലെ അല്ലെങ്കിൽ അറബ് മേഖലയിലെ രാജ്യങ്ങളെ ആക്രമിക്കുകയാണ് എന്ന ഒരു പ്രതീതിയാണ്, എന്ന ഒരാഖ്യാനമാണ് അമേരിക്കയും അമേരിക്കയുടെ പിന്താങ്ങികളായ നരേന്ദ്രമോദിയെപ്പോലുള്ള ഭരണാധികാരികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദി UAEക്കെതിരായി നടക്കുന്ന ആക്രമണം, ഗൾഫ് രാജ്യങ്ങൾക്കെതിരായി നടക്കുന്ന ആക്രമണം, ഇതൊക്കെ വളരെ വികാരപരമായ പ്രതികരണങ്ങളാക്കി മാറ്റുകയാണ്. എന്നാൽ ഇറാൻ അസന്ധിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, അവരുടെ വിദേശകാര്യ വകുപ്പ് ഒരു മറയുമില്ലാതെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഗൾഫിലെ ഒരു രാജ്യത്തെ ആക്രമിക്കില്ല, ഞങ്ങൾ ആക്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയാണ്, സൈനിക താവളങ്ങളെയാണ്. അങ്ങനെ വരുമ്പോഴും എന്താണ്? അവരയക്കുന്ന മിസൈലുകൾ ബഹ്റിനിലെയും അതേപോലെ തന്നെ UAEയിലെയും ഒക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പ്രതിരോധിക്കും. അങ്ങനെ പ്രതിരോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ജനവാസ മേഖലകളിലേക്ക് ഈ മിസൈലുകൾ, ഈ അഗ്നി പടരും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തെ വെച്ചുകൊണ്ട് അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്യാതെ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സൈനിക തന്ത്രമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള അമേരിക്കൻ അനുകൂലികളായിട്ടുള്ള, അമേരിക്കയുടെ ശിങ്കിടികളായിട്ടുള്ള നേതാക്കൾ ഇന്ന് ഇസ്രയേൽ അമേരിക്കൻ സഖ്യത്തിൻ്റെ, അച്ചുതണ്ടിൻ്റെ ഏറ്റവും കുറ്റകരമായ അധിനിവേശ നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് യുദ്ധത്തിൻ്റെ രൂപത്തിൽ പശ്ചിമേഷ്യയിൽ ആകെ സംഘർഷം വിതക്കുമ്പോൾ, പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ മലയാളികൾ ഉൾപ്പെടെ 90 ലക്ഷത്തോളം ഇന്ത്യക്കാർ പണിയെടുത്ത് ജീവിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏതൊരു കുടുംബത്തെയും, ഏതൊരു ആളെയും ഗൾഫ് രാജ്യങ്ങളുണ്ടാകുന്ന ഏതൊരു ആക്രമണവും എന്താണ്? അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടും. മലയാളി കുടുംബങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന നടപടികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി, ഇതിന് ഏക ഉത്തരവാദി അമേരിക്കയും ഇസ്രയേലുമാണ് എന്ന യാഥാർത്ഥ്യം മറച്ചു വെക്കാനുള്ള നീക്കമാണ് ഇവിടെ വലതുപക്ഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ പിന്തുണക്കുന്ന, ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നയങ്ങൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന എല്ലാ ആളുകളെയും ആക്ഷേപിക്കുകയും അവരെ മുഴുവൻ തന്നെ എന്താണ്, ഇസ്ലാമിക ഭീകരവാദികളാണിവർ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ വലതുപക്ഷ കൃസംഗി സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയണം. യുദ്ധം നമ്മുടെ സാധാരണ ജീവിതത്തെപ്പോലും ബാധിക്കുകയാണെന്നും, യുദ്ധം എപ്പോഴും ജനങ്ങൾക്ക് മരണവും വിനാശവും മാത്രമാണ് ഉണ്ടാക്കുക. അത് മനുഷ്യരാശിയുടെ മുന്നോട്ട് പോക്കിന് എല്ലാ കാലത്തും വലിയ വിഘാതങ്ങൾ, വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് പാചകവാതകം കിട്ടുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് എണ്ണ കിട്ടുന്നില്ല, എന്തുകൊണ്ട് പാചകവാതകത്തിൻ്റെയും എണ്ണയുടെയൊക്കെ വില കൂടുന്നു, എന്തുകൊണ്ട് ക്ഷാമത്തിൻ്റെയും പട്ടിണിയുടെയും ഒരവസ്ഥയിലേക്ക്, ഇന്ധന പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ പതുക്കെ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോഴാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്, മുമ്പ് ലെനിൻ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വം എന്നാൽ യുദ്ധമാണ്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും
പശ്ചിമേഷ്യൻ മേഖലയാകെ കീഴടക്കാനാണ്, അങ്ങനെ അധിനിവേശം സ്ഥാപിക്കാനാണ്, അവിടുത്തെ വിഭവങ്ങളും അവിടുത്തെ വാണിജ്യപാതകളുമൊക്കെ കൈയടക്കാനാണ് ഈ യുദ്ധം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അടുക്കളകൾ, നമ്മുടെ തീന്മേശകൾ ഭക്ഷണവും ഇല്ലാതെ, പാചകം ചെയ്യാൻ വാതകമില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥക്കെതിരായിട്ടുള്ള നമ്മുടെ സമരം യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.